നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമ്പഴം കൊടുക്കുമ്പോൾ വിലയില്ല, കൂലി കൊടുക്കാൻ പോലും ആകുന്നില്ല. കിലോയ്ക്ക് 3 രൂപയായതോടെ മാമ്പഴം മരങ്ങളിൽ തന്നെ ഉപേക്ഷിച്ച് കർഷകർ. മധുര. തമിഴ്നാട്ടിൽ മേലൂർ താലൂക്കിലെ മാമ്പഴ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. കിളിമൂക്കൻ ഇനത്തിൽപ്പെട്ട മാമ്പഴത്തിൻ്റെ വില ചരിത്രത്തിലാദ്യമായി കിലോഗ്രാമിന് വെറും 3 രൂപയായി ഇടിഞ്ഞതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. കൂടുതൽ നഷ്ടം ഒഴിവാക്കാനായി ഭൂരിഭാഗം കർഷകരും മാമ്പഴം വിളവെടുക്കാതെ മരങ്ങളിൽ തന്നെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മാവുകൾ വെട്ടിമാറ്റുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ്. മേലൂർ മേഖലയിലെ 1000-ലധികം ഏക്കറിലെ കർഷകരെയാണ് ഈ പ്രതിസന്ധി നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ കർഷകർ 1 ഏക്കർ മാന്തോട്ടത്തിൻ്റെ പരിപാലനത്തിനും ഉൽപ്പാദനത്തിനുമായി പ്രതിവർഷം 1 ലക്ഷത്തോളം രൂപയാണ് നിക്ഷേപിക്കുന്നത്. എന്നാൽ ഇത്രയും തുക മുടക്കിയിട്ടും കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയോ ലാഭമോ ലഭിക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷമായി മാമ്പഴ വിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. കിലോയ്ക്ക് 5 രൂപയിൽ നിന്ന് 4 രൂപയായും ഇപ്പോൾ റെക്കോർഡ് ഇടിവായി 3 രൂപയായും വില കുറഞ്ഞു. നിലവിൽ ഉൽപ്പാദന ചെലവും തൊഴിലാളികളുടെ കൂലിയും പോലും നൽകാൻ മാമ്പഴത്തിൻ്റെ വിപണി വില കൊണ്ട് സാധിക്കുന്നില്ല. കർഷകർക്ക് കിലോയ്ക്ക് 3 രൂപ മാത്രം ലഭിക്കുമ്പോൾ ഇതേ മാമ്പഴം പൊതുവിപണിയിൽ 40 രൂപയ്ക്ക് മുകളിലാണ് വിൽക്കപ്പെടുന്നത്. കടക്കണിയിലായതോടെ തമിഴ്നാട്ടിലെ കൊട്ടാമ്പട്ടി യൂണിറ്റിലെ ഭൂരിഭാഗം കർഷകരും തങ്ങളുടെ മാവുകൾ വെട്ടിമാറ്റാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മാമ്പഴം ഉപയോഗിച്ചുണ്ടാക്കുന്ന ജ്യൂസുകൾക്കും മറ്റ് പാനീയങ്ങൾക്കും വിപണിയിൽ വൻ വിലയുമാണ്. ഒരു ചെറിയ കുപ്പി മാമ്പഴ ജ്യൂസ് വിപണിയിൽ 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിൻ്റെ അസംസ്കൃത വസ്തുവായ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ലഭിക്കുന്നത് വെറും 3 രൂപ മാത്രമാണെന്ന് കർഷകർ മാധ്യമങ്ങളോട് പറഞ്ഞു. വില ഇത്രയും താഴ്ന്നതോടെ തോട്ടങ്ങളിൽ വിളവെടുപ്പിനായി തൊഴിലാളികളെ വെക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നും കർഷകർ കൂട്ടിച്ചേർത്തു. കിലോയ്ക്ക് 3 രൂപ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ കൂലി, ഗതാഗത ചെലവ്, കമ്മീഷൻ തുക എന്നിവയൊന്നും താങ്ങാനാകില്ല. ഒരു തൊഴിലാളിക്ക് ദിവസം കുറഞ്ഞത് 700 രൂപയെങ്കിലും കൂലി നൽകണം. എന്നാൽ വിളവെടുക്കുന്ന മാമ്പഴം വിറ്റാൽ ഈ കൂലി പോലും തികച്ചെടുക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല. ഇതോടെ തൊഴിലാളികളും വിളവെടുപ്പിൽ നിന്ന് പിന്മാറുകയാണ്. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ മാമ്പഴത്തിന് താങ്ങുവില പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. മാമ്പഴ കൃഷി ലാഭകരമാകണമെങ്കിൽ കിലോയ്ക്ക് കുറഞ്ഞത് 20 രൂപയെങ്കിലും താങ്ങുവില പ്രഖ്യാപിക്കണം. കഴിഞ്ഞ 2 വർഷമായി കർഷക സംഘടനകൾ ഈ ആവശ്യം നിരന്തരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും കർഷകർ കുറ്റപ്പെടുത്തി. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഫ്രൂട്ട് പൾപ്പ് വ്യവസായങ്ങളുമായും ജ്യൂസ് നിർമ്മാതാക്കളുമായും ഏകോപനം നടത്തി ന്യായമായ വിലയ്ക്ക് മാമ്പഴം സംഭരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. നിലവിൽ മധുര ജില്ലയിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നതെങ്കിലും തമിഴ്നാട്ടിലെ പ്രധാന മാമ്പഴ ഉൽപ്പാദന മേഖലകളായ കൃഷ്ണഗിരി, സേലം, ധർമ്മപുരി, ദിണ്ടിഗൽ എന്നിവിടങ്ങളിലും സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് സംസ്ഥാനത്ത് ഉടനീളമുള്ള 10,000-കണക്കിന് കർഷക കുടുംബങ്ങളുടെ ഉപജീവനത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ മാമ്പഴത്തിന് ഇത്രയും വില കുറച്ച് കർഷകർക്ക് കിട്ടുന്നെങ്കിലും നമ്മൾ വാങ്ങണമെങ്കിൽ 1 കിലോയ്ക്ക് 40 രൂപ ഓളം കൊടുക്കണം. അപ്പോൾ മാമ്പഴ കൃഷി ചെയ്യുന്നതിനേക്കാൾ നല്ലത് മാമ്പഴം വിൽക്കുന്നതായിരിക്കും നല്ലത്.